എപ്പിസോഡ് 19 എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് മണ്ണിൽ മോഹിനിയുടെ മുഖം തെളിഞ്ഞു വരുന്നത് കാണുന്ന രംഭ മോഹിനിയോട് രക്ഷസിന്റെ മുഖം എല്ലാവരും കണ്ടാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണമെന്ന് പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ നിൽക്കുകയാണ് മോഹിനിയുടെ പ്ലാൻ വേറെ എന്തോ ആണ്. എല്ലാവരും രക്ഷസിന്റെ മുഖം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സമയം പൂജ ചെയ്യുന്ന ഗുരുജി ചുമയ്ക്കുകയാണ്. അപ്പോൾ ഗുരുജി അടുത്തിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഗുരുജിക്ക് ചുമ കൂടുകയും ഗുരുജിയുടെ വായിൽ നിന്ന് രക്തം വരികയും ചെയ്യുകയാണ്. അത് കാണുന്ന എല്ലാവരും ഗുരുജിയുടെ അടുത്തേക്ക് പോവുകയാണ്. ശേഷം പാറു ഗുരുജിയോട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഗുരുജി മന്ത്രം എഴുതിയ ബുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കാണുന്ന പാറു ആ ബുക്കിൽ നോക്കി മന്ത്രം പറയുകയാണ്. പാറു മന്ത്രം പറയുന്നത് കേട്ട് ശങ്കർ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അത് കാണുന്ന മോഹിനി പാറുവിനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ രംഭ ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പാറു മന്ത്രം പറയുമ്പോൾ മണ്ണിലെ രൂപത്തിന് മാറ്റം വരികയാണ്. ആ രൂപം മോഹിനിയുടെ മുഖമായി മാറി വരികയാണ്. അത് കാണുന്ന മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് അവിടെ മുഴുവൻ പുകയുണ്ടാക്കുകയാണ്. ആ പുക കാരണം ആർക്കും പരസ്പരം കാണാൻ കഴിയാതെയും കണ്ണു തുറക്കാൻ പോലും കഴിയാതെയും ഇരിക്കുകയാണ്. ഈ സമയം ആ മണ്ണിലെ രൂപം ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി ആ തട്ട എടുക്കുന്ന പാറുവിന്റെ കയ്യിൽ നിന്ന് മോഹിനി തട്ടം പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുകയാണ്. പാറു കണ്ണടിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ മുഴുവൻ പുകയായതുകൊണ്ടും മോഹിനിയുടെ മുഖം പാറുവിന് കാണാൻ കഴിയുന്നില്ല. പാറു തട്ടത്തിൽ നിന്ന് പിടിവിടില്ല എന്ന് മനസ്സിലാക്കുന്ന മോഹിനി ആ തട്ടം തറയിലേക്ക് എറിയുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന പാറു മോഹിനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് രക്ഷസിന്റെ മുഖം കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച പാറു മോഹിനിയുടെ മുഖം കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കാണുന്ന മോഹിനി തന്റെ മാന്ത്രിക മുടി കൊണ്ട് പാറുവിനെ തള്ളി മാറ്റുമ്പോൾ പാറു ശങ്കറിന്റെ അടുത്ത് പോയി വീഴുകയാണ്. ശങ്കറിനോട് പാറു രക്ഷസ് എന്റെ അടുത്തുണ്ടായിരുന്നു എന്നും രക്ഷസിനെ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ശങ്കർ ഹോമത്തിലെ തീയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തീ അണയുകയും അവിടെ ഉണ്ടായിരുന്ന പുകയെല്ലാം മാറുകയും ചെയ്യുകയാണ്. ഹോമത്തിലെ തീ അണച്ചതുകൊണ്ട് പൂജ മുടങ്ങിയെന്ന് പറഞ്ഞ് ദുർജന്തു ശങ്കറിനെ വഴക്ക് പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ പുക കാരണം ചുമച്ച് ശ്വാസം മുട്ടിയിരിക്കുന്ന മുത്തശ്ശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പൂജ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ശങ്കർ എല്ലാവരോടും യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറുകയാണ്. ശങ്കർ പോകുന്നത് കാണുന്ന പാറു കരഞ്ഞുകൊണ്ട് ശങ്കറിന്റെ റൂമിൽ പോകുമ്പോൾ അവിടെ ശങ്കറിന്റെ ഒരു ഷർട്ട് കിടക്കുന്നത് കാണുന്ന പാറു ആ ഷർട്ട് ചേർത്ത് പിടിച്ച് ശിവഭഗവാനോട് എവിടെയായിരുന്നാലും ശങ്കറിന് ഒരു ആപത്തും സംഭവിക്കാതെ കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് പാറു. ഇതെല്ലാം റൂമിന് പുറത്ത് നിൽക്കുന്ന മോഹിനി കാണുകയാണ്. മോഹിനി മൻമോഹനോട് ഭർത്താവ് മരിച്ചാൽ പാറുവിന് സിന്ദൂരം മാച്ച് കളഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് 3 പേര് സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിക്കുമ്പോൾ ശങ്കറിന്റെ ജീപ്പിന്റെ ബ്രേക്ക് പോവുകയും ശങ്കറിന് ജീപ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കാണുന്ന ശങ്കർ ജ്യോതിയെ ജീപ്പിൽ നിന്ന് റോഡിലേക്ക് തള്ളിയിടുകയാണ്. റോഡിൽ വീഴുന്ന ജ്യോതിയുടെ ബോധം പോകുന്നു. ഈ സമയം ശങ്കർ ഇരിക്കുന്ന ജീപ്പ് കൊക്കയിലേക്ക് വീഴുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാറു കത്തിച്ചു വെച്ച ദീപം അണയുന്നത് കണ്ട് ശങ്കറിന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന പാറു അവിടെ നിന്ന് ഓടി പോവുകയാണ്. റോഡിലൂടെ ശങ്കറിന്റെ ഷർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് പാറു കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന സമയം റോഡിൽ ആൾ കൂടി നിൽക്കുന്നത് കാണുന്ന പാറു അത് ശങ്കർ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അത് ജ്യോതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന സമയം ജ്യോതി പാറുവിനെ ശങ്കർ പോയ വഴി കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന പാറു കൊക്കയുടെ സൈഡിൽ നോക്കുമ്പോൾ ശങ്കർ അവിടെയുള്ള ഒരു വേരിൽ കുടുങ്ങി കിടക്കുന്നത് കാണുന്ന പാറു കയ്യിലിരിക്കുന്ന ശങ്കറിന്റെ ഷർട്ട് കാണിച്ചു കൊടുത്തിട്ട് ശങ്കറിനോട് ഷർട്ടിൽ പിടിച്ച് കയറി വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ ഷർട്ടിൽ പിടിക്കുകയും പാറു ശങ്കറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. പാറു ഒത്തിരി ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ശങ്കറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന ഡോക്ടർ ശങ്കറിന്റെ ബ്ലഡ് കുറെ പോയത് കൊണ്ട് ബ്ലഡ് വേണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മൻമോഹൻ ആ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ബ്ലഡ് നശിപ്പിച്ച് കളയുകയാണ്. ഈ കാര്യം അറിയുന്ന ഡോക്ടർ ദുൽജന്തിനോട് എത്രയും പെട്ടെന്ന് ബ്ലഡ് കൊണ്ടുവന്നാൽ ശങ്കറിനെ രക്ഷപ്പെടുത്താമെന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് നിൽക്കുന്ന പാറു ശങ്കറിനൊന്നും സംഭവിക്കില്ല, ബ്ലഡ് പാറു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പാറു അവിടെ നിന്നും പോവുകയാണ്. പാറു പോകുന്നത് കണ്ടു നിൽക്കുന്ന മോഹിനി ശങ്കറിനെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കില്ല പാറു എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ പാറു ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി ശങ്കറിന് ആവശ്യമുള്ള ബ്ലഡ് വാങ്ങി അവിടെ നിന്ന് പോകുന്ന സമയം മോഹിനി മകുടി ഊതി പാറിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ സമയം അവിടെ കുറച്ച് സ്ത്രീകൾ ഭജന പാടി വരുന്നത് കാണുന്ന പാറു അവരുടെ ഇടയിലേക്ക് പോവുകയും ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കാണുന്ന മോഹിനിക്ക് ദേഷ്യം വരികയും മോഹിനി അലറി വിളിക്കുകയും ചെയ്യുന്നു. പാറുവിന് ശങ്കറിനെ രക്ഷിക്കാൻ കഴിയുമോ, പാറുവിന് സമയത്തിന് ബ്ലഡ് എത്തിക്കാൻ പറ്റുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്